തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഏപ്രിൽ 26 വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ എല്ലാവരുമായി. BJPയുടെ 1-2 പേരും കൂടി വരാനുണ്ട്. അതത്ര കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDFും UDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെ 2 സീറ്റുകളിൽ BJP ശക്തമായിട്ട് മത്സരരംഗത്തുണ്ട്. ഒരുപക്ഷെ അവർ 2ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതൊഴിച്ചാൽ ബാക്കി 18 സ്ഥലത്തും 18 മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. അവിടെയും ഒരു പക്ഷമുണ്ട്. അതായത് ചില മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാകാൻ സാധ്യതയുണ്ട്. ജയാപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഇവർ പിടിക്കുന്ന വോട്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ മണ്ഡലം, അതുപോലെ ആലപ്പുഴ മണ്ഡലം, അതുമല്ലെങ്കിൽ കോഴിക്കോട് മണ്ഡലം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത്, അതുപോലെ പത്തനംതിട്ട മണ്ഡലം, അവിടെ BJPയുടെ വോട്ടുകൾ നിർണായകമാണ്. ആ വോട്ടുകൾ ആർക്ക് കൂടുതൽ കിട്ടും, ഏത് പെട്ടിയിൽ നിന്ന് കൂടുതൽ പിടിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായ വിധം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത തള്ളിക്കളയാതെ തന്നെ നമ്മൾ പറയുന്നത് ഇത് LDF UDF നേർക്കുനേർ പോരാട്ടമാണ്. അത് തിരുവനന്തപുരം, തൃശ്ശൂർ ഒഴിച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ അഭിപ്രായ വോട്ടെടുപ്പുകൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പലതും വരാനുണ്ട്. അഭിപ്രായ വോട്ടെടുപ്പുകൾ നൽകുന്ന സൂചന UDFന് മുൻതൂക്കമുണ്ട് എന്നല്ല, ഏറെക്കുറെ UDF തരംഗത്തിലേക്കാണ് പോകുന്നത്. അത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു LDF വിരുദ്ധ വികാരം കേരളത്തിൽ പൊതുവേ ഉണ്ട്. അത് എന്തുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പൊതുവേ BJPയും കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ജനങ്ങൾക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനാണ് താല്പര്യം. കാരണം കോൺഗ്രസ്സുകാർ ജയിച്ചാൽ കേന്ദ്രത്തിൽ പോയി ആർക്കെങ്കിലുമൊക്കെ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അവർ ജയിച്ചു പോയാൽ എന്തെങ്കിലും നാടിന് വേണ്ടി ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള തോന്നലിൽ നിന്നാണ്, അങ്ങനെയുള്ള ധാരണകളിൽ നിന്നാണ് പൊതുവെ ആളുകൾ കോൺഗ്രസ്സിനെ പ്രിഫർ ചെയ്തത്. എന്ന് വെച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ആളുകൾ വോട്ട് ചെയ്തോളണം എന്നുമില്ല. കോൺഗ്രസ് ജയിക്കാൻ ഒരു സാധ്യതയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ LDFന് വോട്ട് ചെയ്യും. 2004 സംഭവിച്ചത് അങ്ങനെയാണ്. പിന്നെ കോൺഗ്രസ് സർക്കാർ ജനങ്ങളെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 2004 ആവർത്തിക്കുകയാണെങ്കിൽ LDFന് വലിയ മുൻകൈയുണ്ട്. മാത്രമല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ വിജയമൊന്നും കേന്ദ്രത്തിൽ ഉണ്ടാകുകയില്ല എന്നാണ് ഇതേ വോട്ടെടുപ്പ് അഭിപ്രായ വോട്ടുകാർ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയും. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം കോൺഗ്രസ്സിന് അവകാശപ്പെടാൻ പറ്റുകയില്ല. കഴിഞ്ഞ തവണ വേറൊരു ഗുണമുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ കോൺഗ്രസ്സിലെ മറ്റേ സഖ്യകക്ഷികളിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഒതുങ്ങുകയും എല്ലാ സഖ്യകക്ഷികളും വിജയത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലും ഒരു രാഹുൽ എഫക്റ്റ് ഈ തവണ ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. രാഹുൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2019 ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടായിരുന്നു UDFന് അനുകൂലമായിട്ട്. ഇത്തവണ ആ വികാരം ആ രീതിയിൽ ഇല്ല. മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ചില്ലറ സ്പർദ്ധകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ശക്തമായിട്ട് ഉണ്ട് താനും. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഘടകം. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം എനിക്ക് തോന്നുന്നത് LDF സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തിയുണ്ട്. LDFനെ കുറിച്ചല്ല, നേതാക്കളെക്കുറിച്ചല്ല, സ്ഥാനാർത്ഥികളെക്കുറിച്ച് പോലുമല്ല, മറിച്ച് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കാരണഭൂതൻ 2ാം ഘട്ട സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് തീരെ മതിപ്പില്ല, അഥവാ വലിയ വിപ്രതിപത്തി നിലനിൽക്കുന്നു. ഇതൊരു ഘടകം തന്നെയാണ്. അത് സാധാരണഗതിയിൽ വരേണ്ട ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സർക്കാരിൻ്റെ ശരിക്കുള്ള വിധിയെഴുത്ത് അവിടെ ഉണ്ടാകുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ഇപ്പോൾ 2004 സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അന്ന് ശ്രീ AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ്. വലിയ ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. 99 സീറ്റ് അഥവാ 100 സീറ്റ് കിട്ടി ജയിച്ച ഒരു സർക്കാർ. ആ സർക്കാരിനെതിരെ ഒരു 2-3 കൊല്ലം കൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര എതിരഭിപ്രായമായി. AK ആൻ്റണി കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണം ആൻ്റണി സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന വലിയ എതിരഭിപ്രായമായിരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് ജയിച്ച തെരഞ്ഞെടുപ്പാണ്, UPA സർക്കാർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി. 2 കാരണം. ഒന്ന്, ആളുകൾ ആരും തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരും എന്ന് വിചാരിച്ചില്ല. രണ്ടാമത്,
കോൺഗ്രസ് സർക്കാരിനോട് ഇവിടെ വലിയ വിപ്രതിപത്തി ഉണ്ടായിരുന്നു. എ.കെ. ആന്റണിയുടെ ഭരണത്തോട് ജനങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. ഇയാൾക്ക് ഭരിക്കാൻ അറിയില്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ പരാധീനത ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഈ സ്ഥാനാർത്ഥികളൊക്കെ വളരെ വീക്കായിരുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ മത്സരിച്ചത് ജോസ് കെ മാണിയായിരുന്നു. എറണാകുളത്ത് മത്സരിച്ച് അതിന് മുമ്പ് അതിന് ശേഷവും ഒരിക്കലും നമ്മൾ പേര് കേൾക്കാത്ത എഡ്വേർഡ് ഗെടയാടത്ത് എന്ന് പറഞ്ഞൊരു വിദ്വാനായിരുന്നു. സെൻറ്റ് ആൽബർട്ട് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപനവും മറ്റുമായിരുന്നു അദ്ദേഹം. അതുപോലെ മൂന്നവരത്ത് മത്സരിച്ചത്, എൻ്റെ മണ്ഡലം അന്ന് മൂന്നവരമാണ്. മൂന്നവരത്ത് മത്സരിച്ചത് ശ്രീമതി പത്മജ വേണുഗോപാലാണ്. ജനിച്ച പിന്നെ അല്ലെങ്കിൽ വോട്ടവകാശം കിട്ടിയ അന്ന് മുതൽക്ക് കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള എൻ്റെ അമ്മ, അതായത് കോൺഗ്രസിൻ്റെ ചിഹ്നം കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശുവായിരുന്ന കാലത്ത് പശുവിനും, കൈപ്പത്തിയായിരുന്ന കാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള അമ്മ ഈ പത്മജ വേണുഗോപാലാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ആ ഇരുന്ന് ഇരിപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ അമ്മ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹൈക്കമാൻഡ് ചെയ്യാനുള്ളത് അവർ ചെയ്തു, ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും എന്നാണ്. അങ്ങനെ പല അമ്മമാരും സഹോദരിമാരും ഒക്കെ വിചാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലോനപ്പം നമ്പാടൻ മൂന്നവരത്തു നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ പോലും തോറ്റുപോയി. എന്ത് കാരണവശാലും ജയിക്കേണ്ടിയിരുന്ന VM സുധീരൻ ആലപ്പുഴയിൽ തോറ്റുപോയി, രമേശ് ചെന്നിത്തല മാവേലിക്കരയിൽ തോറ്റുപോയി, എല്ലാവരും തോറ്റുപോയി. ആകെ വന്നിട്ട് പോയിട്ട് ജയിച്ചത് ഈ അഹമ്മദ് മാത്രമായിരുന്നു. 19 സീറ്റിൽ LDF അല്ല 19 സീറ്റിലല്ല 18 സീറ്റിൽ LDF ജയിച്ചു. ഒരു സീറ്റിൽ അത് മൂവാറ്റുപുഴയാണ്. അവിടെ NDF സ്ഥാനാർത്ഥി PC തോമസ് നേരിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. ഒരു സീറ്റിൽ UDF ജയിച്ചു. അത് നമ്മുടെ മഞ്ചേരിയല്ല പൊന്നാനി പാർലമെൻറ്റ് സീറ്റിൽ ഈ അഹമ്മദ് ജയിച്ചായിരുന്നു. ബാക്കി എല്ലാവരും തോറ്റുപോയി. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ച് LDF സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വിപ്രതിപത്തി കാരണഭൂതൻ്റെ എന്താണ് പോലീസ് നയം. അക്രമ സംഭവങ്ങളുണ്ടാകുമ്പോൾ പോലീസുകാർ നിഷ്പക്ഷരായിട്ട് നിർമ്മമരായി നിസ്സംഗരായി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇനി കോൺഗ്രസിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസുകാർ അവരെ തല്ലിച്ചതയ്ക്കുന്ന രാഷ്ട്രീയം. പിന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ ഇറങ്ങി അടിക്കുന്ന കാലം. മുഖ്യമന്ത്രിക്ക് തന്നെ അതിഭയങ്കരമായ സുരക്ഷയും കാക്കത്തൊള്ളായിരം കാറുകളുടെ അകമ്പടിയും ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര. കറുത്ത മാസ്ക് വയ്ക്കുന്നവരെ കറുത്ത ഷർട്ട് ഇടുന്നവരെയൊക്കെ പോലീസുകാർ കയ്യേറ്റം ചെയ്യുന്ന വേറെ നയനമനോഹരമായ കാഴ്ച. പോട്ടെ DYFIക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം, SFIക്കാർ നടത്തുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം ഗുണ്ടായിസം എന്നുള്ള സമര രീതി, പരീക്ഷ എഴുതാത്തവർ പാസ്സാവുന്ന, അല്ലെങ്കിൽ BCOമിന് തോറ്റവന് MCOമിന് പഠിക്കുന്ന, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പോലുള്ള തമാശകൾ. അതുപോലെയൊക്കെയുള്ള നമുക്കറിയാമല്ലോ. ഇപ്പോൾ വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ ദാരുണ മരണം. ഇതൊക്കെ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാരിനെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്. അതിന് പുറമെ ഖജനാവിൽ 5 പൈസ ഇല്ല എന്ന അവസ്ഥ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം വൈകുന്ന പോലെ രസകരമായ കാര്യങ്ങൾ. അതിലുപരി ഇങ്ങനെയുള്ള എന്താണ് അരിമണി ഒന്നും കുറിക്കാനില്ല എന്ന അവസ്ഥയിൽ തരിവളയിട്ട് കിലുക്കുന്ന സർക്കാരിൻ്റെ അനവധി പരിപാടികൾ. ഉദാഹരണത്തിന് കേരളീയം, അതിന് പുറകെ നടത്തിയ അതിഗംഭീരമായ നവകേരള സദസ്സ്. അതുമാത്രം മതി ഏത് സർക്കാരിനെ തോൽപ്പിക്കാനായിട്ട്. ഏത് സർക്കാരിനെ തോൽപ്പിച്ച് നിലം പരിശാക്കാനായിട്ട് ഈ നവകേരളം ഒന്ന് മാത്രം മതി. 140 മണ്ഡലങ്ങളിലും സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വലിയ കെട്ടുകാഴ്ച. അതിനും പുറമേ സർക്കാരിൻ്റെ മുഖാമുഖം പരിപാടി. ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ എങ്ങനെ LDFന് വോട്ട് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു വിപരീത വികാരം തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അത് യാതൊരു അത്ഭുതവുമില്ല. ജനങ്ങളെ വെറുപ്പിക്കുന്ന കലയിൽ പിണറായി സഖാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ മുൻഗാമികളെയും പൂർവ്വകാല പ്രാബല്യത്തോടെ കടത്തിവെട്ടി എന്ന് പറഞ്ഞേ തീരും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ അഭിപ്രായ വോട്ടുകാർ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു LDF വിരുദ്ധ വികാരം ഉണ്ട്. LDF വിരുദ്ധ വികാരം ഉണ്ടെന്ന് വെച്ചാൽ UDFനോടുള്ള സ്നേഹം കൊണ്ടല്ല. UDFനോട് ജനങ്ങൾക്ക് അങ്ങനെ വലിയ സ്നേഹം തോന്നാൻ കാരണമില്ല. ചില സ്ഥാനാർത്ഥികളെങ്കിലൊക്കെ നിശ്ചയമായിട്ട് തോൽപ്പിക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ, അതല്ലെങ്കിൽ ആൻ്റോ ആൻ്റണിയെ പോലെ ജനങ്ങൾ വെറുത്തുപോയ കച്ചട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ചില സ്ഥാനാർത്ഥികളുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇത്തവണത്തെ ഈ വിപരീത വികാരത്തിൽ കഴിഞ്ഞ തവണയും ജയിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഇതവിടെ ജയിച്ചു പോയേക്കും എന്നാണ് ഇപ്പോൾ അഭിപ്രായ വോട്ടുകാർ സൂചിപ്പിക്കുന്ന അവർ നൽകുന്ന സൂചന. എന്ത് സംഭവിക്കുന്നുള്ളത് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇതുപോലെ വലിയ അഭിപ്രായ സർവേ ഒക്കെ ഉണ്ടായതാണ്. അഭിപ്രായ സർവേയിൽ എക്സിറ്റ് പോളിലൊക്കെ കോൺഗ്രസ്സാണ് ജയിച്ചത്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ BJP ജയിച്ചു.
അങ്ങനെയുള്ള അട്ടിമറികൾ ഇതിൻ്റെ അകത്ത് സംഭവിക്കാം. കാരണം ഈ അഭിപ്രായ വോട്ട് എന്നൊക്കെ പറഞ്ഞത് ഒരു വിഷ്ഫുൾ തിങ്കിങ്ങാണ്. ആര് ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഈ അഭിപ്രായ വോട്ടുകാർ അവർക്ക് തന്നെ ഒരു ധാരണയുണ്ട്, ജയിക്കണം, ആര് ജയിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ടാണ് അവിടെ ഉണ്ടാകുക. ഏതായാലും ഇതിൻ്റെ സൂചന ഇന്നത്തെ നിലയ്ക്ക് വളരെ വ്യക്തമാണ്. അത് ഒരു LDF വിരുദ്ധ വികാരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ സഖാക്കൾക്ക് ദേഷ്യം വരും, അവരുടെ മൂക്ക് ചുമക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ അഭിപ്രായ വോട്ടെടുപ്പുകൾ നൽകുന്ന ഒരു ഫലസൂചന അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു LDF വിരുദ്ധ വികാരത്തിലേക്കാണ്, UDF അനുകൂല വികാരത്തിലേക്കല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.